അമേരിക്കൻ ഉപരോധവും യുദ്ധപ്രതിസന്ധികളും കൊണ്ട് ഇറാനെ പൂർണ്ണമായും വറ്റിച്ചു കളയാമെന്ന് കരുതിയ വാഷിംഗ്ടണിന് തലവേദന സൃഷ്ടിക്കുന്ന വാർത്തയാണ് പെർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്ക ബ്ലോക്കേഡും സാങ്ഷൻസും ഒക്കെ ഏർപ്പെടുത്തി ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് വമ്പൻ വാതകനിധി കണ്ടെത്തിയിരിക്കുകയാണ് തെഹ്റാൻ. ഇറാന്റെ പെട്രോളിയം മന്ത്രി മോഹസിൻ പാക്നജാദാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിവരം അനുസരിച്ച് ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഫാർസിൽ നിന്ന് 7.5 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് സ്വാഭാവിക വാതക ശേഖരമാണ് പുതിയതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേവലം ഒരു ഗ്യാസ് ഫീൽഡ് കണ്ടുപിടുത്തമല്ല, മറിച്ച് അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ ഇറാന് ലഭിച്ച ഒരു വലിയ ലൈഫ് ലൈനാണിത്. വാർത്തയുടെ എല്ലാ വിവരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു കണ്ടെത്തലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കാം. ആകെ ശേഖരം എന്ന് പറയുന്നത് 7.5 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ആണ്. വീണ്ടെടുക്കാനാകുന്ന വാതകം, റിക്കവറബിൾ ഗ്യാസ്, 72 മുതൽ 73% വരെ റിക്കവറി റേറ്റിൽ 5.7 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് വാതകം വ്യാവസായികമായി പുറത്തെടുക്കാൻ സാധിക്കും. ഇനി കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വാതക പാടമായ സൗത്ത് പാഴ്സിന്റെ ഒരൊറ്റ ഫേസിൽ നിന്ന് 15 വർഷത്തേക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന വാതകത്തിന് തുല്യമാണിത്. സാമ്പത്തിക മൂല്യം നോക്കുമ്പോൾ $10,000 കോടി മൂല്യം വരുന്ന ഗ്യാസ് കണ്ടൻസേറ്റുകളും ഇതിലുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വാതകത്തിന്റെ ഗുണനിലവാരമാണ്. പാക്നജാദ് വ്യക്തമാക്കിയതനുസരിച്ച് ഇത് അത്യപൂർവമായ സ്വീറ്റ് ഗ്യാസ് ആണ്. അതായത് ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള അഴുക്കുകൾ ഇതിൽ വളരെ വളരെ കുറവാണ്. ഇതിന്റെ പ്രോസസ്സിംഗ് ചെലവും വികസന ചെലവും വളരെയേറെ കുറവായിരിക്കും. എന്നാൽ ഇത്രയും വലിയൊരു നിധി കിട്ടിയാലും ഇറാന് മുന്നിൽ വെല്ലുവിളികൾ കുറവല്ല. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പ്രതിദിനം 230 ദശലക്ഷം ക്യൂബിക് മീറ്റർ വാതക ഉൽപാദനമാണ് ഇറാനിൽ തടസ്സപ്പെട്ടത്. ഉപരോധം കാരണം വിദേശ നിക്ഷേപമോ ആധുനിക സാങ്കേതിക വിദ്യയോ ഇറാനിലേക്ക് എത്തുന്നില്ല. ഇത് കൂടാതെയാണ് ജൂലൈ മുതൽ അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ശക്തമായ ഉപരോധ ബ്ലോക്കേഡുമൊക്കെ ശക്തിപ്പെടുത്തിയത്. കടൽ മാർഗമുള്ള എണ്ണ കയറ്റുമതി പകുതിയോളം കുറഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയും ഇറാനുമേൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുമുണ്ട്. ഇത്തരം കനത്ത തിരിച്ചടികൾക്കിടയിലും മാർച്ച് മുതൽ ജൂലൈ വരെ കാലയളവിൽ $7.5 ബില്യൺ ഇന്ധന വരുമാനം സ്വന്തം സെൻട്രൽ ബാങ്കിലേക്ക് മാറ്റാൻ കഴിഞ്ഞതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നു. മുൻ വർഷത്തേക്കാൾ 50% വർധനവാണിത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വാതക ശേഖരം വഴി ആഭ്യന്തര ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാം. അതായത് ശൈത്യകാലത്തുണ്ടാകുന്ന കടുത്ത വാതകക്ഷാമം പരിഹരിക്കാനായിട്ട് ഇറാന് സാധിക്കും. 2 പ്രതിരോധ ശേഷി വർദ്ധിക്കും. അതായത് അമേരിക്ക ഉപരോധം കടുപ്പിച്ചാലും സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം തെഹ്റാന് ലഭിക്കും. 3 ദീർഘകാല സാമ്പത്തിക നേട്ടമുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ചാൽ ഏഷ്യൻ വിപണികളിലേക്ക് വൻതോതിൽ വാതകം എത്തിക്കാനും അതിലൂടെ ശതകോടികൾ സമ്പാദിക്കാനും ഇറാന് കഴിയും. ഇതിനിടയിൽ ആഗോളതലത്തിൽ നാം അറിയേണ്ട മറ്റൊരു കാര്യം റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ മാറിയ അവസ്ഥകളാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ഒരു എനർജി വാർ നടക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് റഷ്യക്കാണ് എന്ന് പറയണം. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗ്യാസ് റിസർവ് ഉള്ള രാജ്യമാണ് ഇറാൻ. എങ്കിൽ 1ാം സ്ഥാനത്ത് റഷ്യയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ കിഴക്കൻ യുക്രൈനിൽ റഷ്യ ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട്. കാർഖിവിൽ ഉൾപ്പെടെ ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് റഷ്യൻ സേന ആക്രമണം നടത്താനുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനവും റഷ്യൻ ഓയിൽ ഗ്യാസ് വിപണിക്ക് വലിയ രീതിയിലാണ് ഗുണം ചെയ്യുന്നത്. ഉപരോധങ്ങൾക്കും ബോംബ് ആക്രമണങ്ങൾക്കും നടുവിൽ നിന്നും 7.5 ട്രില്യൺ ക്യൂബിക് ഫീറ്റിന്റെ ഈ ഒരു വൻ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയ ഇറാന്റെ ഈ നീക്കം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമോ? വിദേശ സാങ്കേതിക വിദ്യയില്ലാതെ ഈ വാതകം വേർതിരിച്ചെടുക്കാൻ ഇറാന് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.